ആദ്യമേ തന്നെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു. എന്നെ എൻ്റെ കുടുംബത്തിനെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിനെ. എൻ്റെ പേര് ജിസ്മി, ഇതെൻ്റെ ഹസ്ബൻഡ് ജോമി. ഞങ്ങൾ വാഴക്കുളം സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ച് ഇടവകമാണ്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവിന് കിട്ടിയൊരു രോഗസൗഖ്യമാണ്. ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് വഴിയാണ് കിട്ടിയത്. ആൾക്ക് റുമാറ്റോയിഡ് ആർത്രൈറ്റീസ് ആയിരുന്നു, അതായത് ആമവാദം. 2020 മുതൽ ഇത് മൂലം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ജോയിൻറ്റിന് മാറി മാറി വേദന വന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ ആദ്യം ഇംഗ്ലീഷ് മരുന്ന് ട്രൈ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് അതിൻ്റെ ഡോസ് കൂട്ടി നോക്കി, എന്നിട്ടൊന്നും രോഗം മാറുന്നില്ല. അവസാനം ഞങ്ങൾ ആയുർവേദത്തിലോട്ട് തിരിഞ്ഞു. 1.5 വർഷം ഞങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് നോക്കി. അത് കഴിഞ്ഞ് ബാക്കി ആയുർവേദമായിരുന്നു ട്രൈ ചെയ്തത്. എന്നിട്ട് മാറുന്നില്ല, അത് അസുഖം കൂടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങളിത് കംപ്ലീറ്റ് ആയിട്ട് ഒരു മരുന്നും ഇല്ലാതെ കഴിക്കാതെയായി ലാസ്റ്റ്. അന്നേരമാണ് ഞങ്ങൾക്ക് 2020 മുതൽ കൃപാസനം പത്രം കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ അവർ എന്നാന്നൊന്നും പറയുന്നില്ലായിരുന്നു. പത്രം തരുന്നു, ഞങ്ങളത് കുറച്ച് വായിക്കും, പിന്നെ അതൊരു സാധാരണ ധ്യാനകേന്ദ്രം വന്നാണ് വിചാരിച്ചത്. എന്നാലും ഞാൻ മാറ്റിയത് അവിടെ വെക്കുമായിരുന്നു ചെയ്തേ. അവസാനം ഈ രോഗം ഇത് ഇത്രയും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ മാതാവ് പറഞ്ഞതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. ഞങ്ങളെ ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടി, കൃപാസനത്തിൽ വന്നാൽ നിങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുകയില്ല, രക്ഷപ്പെടുകയില്ല എന്നുള്ളതാണ് മാതാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് തൊട്ട് ഞാൻ കൃപാസനത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങും. ഉടമ്പടിയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനും തുടങ്ങി. അങ്ങനെ 2023 ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾ രണ്ടുപേരും കുമ്പസാരിച്ചൊരുങ്ങി ഇവിടെ വന്നു. പക്ഷേ വന്നപ്പം താമസിച്ച് പോയി. 2:30 കഴിഞ്ഞു. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റുമല്ലെന്ന് പറഞ്ഞു. നേരെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഒരു ചേച്ചി ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോകോളാൻ പറഞ്ഞു. പക്ഷേ ഞാൻ കുറച്ച് നേരം മാതാവിനെ നോക്കി നിന്നു. പക്ഷേ ഞാനൊരു നന്മ പറഞ്ഞവരമേ പോലും ചെല്ലിയില്ല. കാരണം എനിക്ക് അതുമാത്രം ബുദ്ധിമുട്ടും വിഷമമായിരുന്നു. അസുഖമൊക്കെ ആയതുകൊണ്ട്. അന്നേരം കുറച്ച് നേരം ഞാനിവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോയി. ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബറായി. ലാസ്റ്റ് വല്ലപ്പോഴും മാറി മാറി വന്നുകൊണ്ടിരുന്ന ജോയിൻറ്റ് പെയിൻ കണ്ടിന്യൂസ് ആയി. അത് മാറാതായി. കാലയിൽ മുഴുവൻ ജോയിൻറ്റിലായി. കൈക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറായി. ഒരു കൈയുടെ വിരൽ അനക്കാനുമൊക്കെ ബുദ്ധിമുട്ടിലോട്ട് ആകാൻ തുടങ്ങി. അന്നേരം സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബറായി. ഒക്ടോബർ മാസത്തിൽ എനിക്ക് ഇനി ഏതായാലും ജോലിക്ക് തന്നെ പോകാൻ ഇനി കുറച്ചാൾ കഴിയുമ്പം ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. അന്നേരം ഞാൻ വരാൻ സാധിക്കുമല്ലാത്തതുകൊണ്ട് ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുകയാണ് ചെയ്തത്. ഒക്ടോബർ 4-ാം തീയതി പ്രയർ റിക്വസ്റ്റ് ഇട്ടു. അന്ന് തൊട്ടാണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ 5:30 എഴുന്നേറ്റ് ചെല്ലുവാൻ തുടങ്ങി. 4 കഴിഞ്ഞു, 5-ാം തീയതിയായി. 5-ാം തീയതി തൊട്ട് ശകലം സിംറ്റംസൊക്കെ കുറയുന്ന പോലെ തോന്നി. 6 ഒക്ടോബർ 7-ാം തീയതി മാതാവ് കംപ്ലീറ്റായിട്ട് ഈ അസുഖം പൂർണ്ണമായിട്ട് മാറ്റിത്തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അപ്പം ഞങ്ങൾ ഉടമ്പടിയിലല്ല, 7ൻ്റെ പ്രത്യേകത അറിയത്തില്ല, ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് 7-ാം തീയതി മാതാവിൻ്റെ ഡേറ്റ് ആണെന്ന്. അത് മാതാവ് ഞങ്ങൾക്ക് തന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് 7-ാം തീയതി ഞങ്ങൾക്ക് അസുഖം പൂർണ്ണമായിട്ട് മാറ്റിയത്. ഇപ്പം 3 വർഷത്തോടടുക്കുന്നു, യാതൊരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. ഇനി എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. രണ്ടാമത്തെ സാക്ഷ്യം, ഞങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി ഒരു ഏജൻറ്റിന് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഉടമ്പടിക്ക് മുമ്പാണ് ഞങ്ങൾ പൈസ കൊടുത്ത്, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പല്ല. അത് പൈസ കൊടുത്തു. ഏകദേശം 5 വർഷത്തോളം ഞങ്ങൾ പിന്നെ മനസ്സിലായി ജോലി കിട്ടുമായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം ജോലിയും പൈസയും പോകുന്ന അവസ്ഥയായി. അന്നേരം ഞങ്ങൾ തിരിച്ചു ചോദിക്കാൻ നോക്കിയാൽ അവർ തരാമെന്ന് പറയുന്നതല്ലാതെ ഞങ്ങൾക്ക് തിരിച്ചു തരുന്നില്ല. 5 വർഷത്തോളം. അന്നേരം ഞങ്ങൾ ഉടമ്പടിയിലായതുകൊണ്ട് ഞങ്ങൾ നിയോഗത്തിൽ വെച്ചു, ഞങ്ങളുടെ പൈസ തിരിച്ചു കിട്ടണമേ മാതാവേ എന്ന് പറഞ്ഞു. മാതാവ് ഈ മാസം ജനുവരിയിൽ ഞങ്ങൾക്ക് അതുവഴി ചിലവായ മുഴുവൻ പൈസയും തിരിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. 5 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് അത് തിരിച്ചു കിട്ടി. കൊടുത്തിട്ട് 5 വർഷം കഴിഞ്ഞ്. ഞങ്ങളുടെ കൂടെയുള്ള പലർക്കും അത് കിട്ടാത്തതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് നന്ദി പറയുന്നു. എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ 2025 ജനുവരി മാസത്തേക്ക് ഹസ്ബൻഡിന് പനിയും ചുമയും വന്നു. പനി മാറി, എങ്കിലും ചുമ മാറിയില്ല, കണ്ടിന്യൂസ് ചുമ. അന്നേരം ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. എക്സ്റേ എടുത്തു. ഇപ്പം എക്സ്റേയിൽ ഒരു സ്ക്രാച്ച് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു ഒരു അസുഖം മാറിയതുള്ളൂ, ഇനി അടുത്ത അസുഖം വേണ്ടി തുടങ്ങാൻ പോകുകയെന്ന് ഓർത്തു. ഞാൻ പ്രാർത്ഥിച്ചു. 5 ദിവസം കഴിയുമ്പോൾ റിപ്പീറ്റഡ് എക്സ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 5 ദിവസവും ഞാൻ ഉടമ്പടി തൈലം ചെസ്റ്റേ പുരട്ടി കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് എക്സ്റേയിലിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. 5 ദിവസത്തിന് ശേഷം എക്സ്റേ എടുത്തപ്പം യാതൊരു കുഴപ്പവും ഇല്ല എന്ന്
മാതാവ് ഡോക്ടർ പറഞ്ഞു ഇത് മാതാവ് നൽകിയ വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സമയത്ത് ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി പുറത്തിരുന്നപ്പോൾ മാതാവിൻ്റെ ശക്തമായ സുഗന്ധാഭിഷേകം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്കുള്ള സാമ്പത്തികം വെച്ച് ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പുറത്തിരിക്കുന്നവർക്കും അകത്തിരിക്കുന്നവർക്കും സാധിക്കുന്നവർക്ക് ഞങ്ങളെ കഴിയുന്നത്ര ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മുമ്പിലെത്തുന്നത് ആൾക്കാർക്ക് ഞങ്ങൾക്ക് കഴിയുന്നത്ര ഞങ്ങളെക്കൊണ്ട് പറ്റുന്നത്ര സാമ്പത്തികമായി സഹായം ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ വന്ന് പത്രം മേടിച്ച് വീടുകളിൽ കയറി ഇറങ്ങി ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പത്രം കൊടുക്കാൻ പറ്റാത്തപ്പോഴാണെങ്കിലും അറിയാവുന്നവരോടെല്ലാം ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾ പറയാറുണ്ട്. കൃപാസനത്തിനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചെല്ലാം പറയാറുണ്ട്. പിന്നെ ആത്മീയമായിട്ടാണ് ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടിയത്. ആളെല്ലാ ദിവസവും ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ആളിപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കാണെങ്കിലും ഞങ്ങളിപ്പോൾ 2 പേരും ഉടമ്പടിയിലാണ്. ബൈബിളൊക്കെ ഞാൻ വളരെ കുറച്ച് വായിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം ഞാനത് പൂർണ്ണമായി ഈശോനോട് സംസാരിക്കുന്നതെന്ന് പൂർണ്ണമായ ബോധ്യത്തോടെ ആണ് ഞാൻ ബൈബിൾ വായിക്കുന്നത്. അരമണിക്കൂർ ഞാൻ കൃത്യമായിട്ട് ബൈബിൾ വായിക്കാറുണ്ട്. ഒരു ദിവസം ഞാനിവിടെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാനിങ്ങനെ വീട്ടിലിരിക്കുമായിരുന്നു. അന്നേരം മാതാവ് എന്നോട് പറയാം, നീ നിൻ്റെ വീട്ടിൽ പോകുന്നത് പോലെ ആയിരിക്കണം നീ എൻ്റെ അടുത്ത് കൃപാസനത്തിൽ വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന സ്ഥലം. അതിന് പകരം മാതാവ് എന്നോട് പറഞ്ഞു, നീ ഇനി തൊട്ട് കൃപാസനത്തിലോട്ടായിരിക്കണം വരുന്നതെന്ന്. അത് പിന്നെ ഞാൻ എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് ഇവിടം വരെ ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഞാൻ വരുന്നത്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. ഇനിയും മുന്നോട്ട് ഞാൻ ഉടമ്പടിയിൽ തന്നെയായിരിക്കും. ഞാൻ ഉടമ്പടിയിൽ ഇവിടെ നിയോഗം സമർപ്പിച്ചപ്പം തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മാതാവിന് നിയോഗം സമർപ്പിച്ചത്. ഞാൻ എന്നും ഉടമ്പടിയിലായിരിക്കുന്നു. ഇവിടെ വന്ന് പുതുക്കാൻ ചില സമയത്ത് വരാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും ഒരിക്കലും ഉടമ്പടിയിൽ നിന്ന് മാറാത്ത ഒരു ജീവിതമാണ് ഞങ്ങൾ നയിക്കുന്നത്.